Indian Atheist Publishers presents വേദങ്ങൾ ഒരു വിമർശന പഠനം. സനല ഇടമറുകിന്റെ വിവാദം സൃഷ്ടിച്ച കൃതി. ആമുഖവും അനുബന്ധവും 10 അധ്യായങ്ങളും അടക്കം 12 ഭാഗങ്ങളുള്ള വേദങ്ങൾ ഒരു വിമർശന പഠനം ഓരോ ദിവസവും ഓരോ ഭാഗം വീതം പ്രസിദ്ധീകരിക്കുന്നു. അധ്യായം 8. ചാതുർവർണ്ണ്യം വേദങ്ങളിൽ. ആര്യദസ്യു സംഘട്ടനങ്ങളിൽ കീഴ്പ്പെട്ടവർ അടിമകളായി മാറിയെന്ന് നാം നേരത്തെ കണ്ടുകഴിഞ്ഞു. ഈ അടിമകൾ ബ്രാഹ്മണരും ക്ഷത്രിയരുമായ മേധാവികളുടെ നിലനിൽപ്പിന് അനിവാര്യമായിരുന്നു. എങ്കിലും അവരെ പ്രധാന കാര്യങ്ങളിൽ നിന്നെല്ലാം അകറ്റി നിർത്തുവാൻ ആര്യന്മാർ ബോധപൂർവം ശ്രമിച്ചു. ശൂദ്രരുടെ അധ്വാനശേഷിയായിരുന്നു പിൽക്കാല വേദസമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആധാരം. വേദങ്ങളുടെ കാലത്ത് ആരംഭിച്ച വർണ്ണവ്യവസ്ഥ ദയയില്ലാത്ത അടിമത്വത്തിന് വഴിതെളിച്ചു. സാമൂഹ്യ ജീവിതത്തിന് നേതൃത്വം വഹിച്ചിരുന്ന ബ്രാഹ്മണ ക്ഷത്രിയന്മാർ അടിമകളായ ശൂദ്രരെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തി. ബ്രാഹ്മണർ ആരാധിച്ചു വന്ന ദൈവങ്ങളെ പൂജിക്കാനോ ആരാധിക്കാനോ പോലും അവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. അടിമകളായ ശൂദ്രരെ പശു, വീട്ടുസാമഗ്രികൾ എന്നിവ പോലെ ഒരു സ്വകാര്യ സ്വത്തായി അവർ കണക്കാക്കി. അവരെ കൊല്ലുന്നതും തല്ലി പണിയെടുപ്പിക്കുന്നതും സർവ്വസാധാരണമായി. നിന്ദ്യവും നികൃഷ്ടവുമായ ഈ സാമൂഹ്യ സാഹചര്യത്തിലെ നിന്ദിതരും പീഡിതരും ചൂഷിതരുമായിരുന്നു ശൂദ്രർ. 4 പ്രധാന വർണ്ണങ്ങളായി സമൂഹം വിഭജിക്കപ്പെട്ടിട്ടുള്ളതായി മനുസ്മൃതിയിൽ പറയുന്നു. ഓരോ വർണ്ണത്തിനും ഓരോ പ്രത്യേക ധർമ്മങ്ങളും ചുമതലകളും മനുസ്മൃതി കൽപ്പിക്കുന്നുണ്ട്. വേദങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക, മതപരമായ ചടങ്ങുകളും പൗരോഹിത്യവും നടത്തുക, യാഗം ചെയ്യുക, ദാനം സ്വീകരിക്കുക എന്നിവയാണ് ബ്രാഹ്മണരുടെ ധർമ്മം. പ്രജാപരിപാലനം, വേദപഠനം, ദാനം, ശത്രുസംഹാരം എന്നിവയെല്ലാമാണ് ക്ഷത്രിയ ധർമ്മം. മൃഗസംരക്ഷണം, പഠനം, കച്ചവടം ഇവ വൈശ്യധർമ്മമാണ്. ഈ 3 വർണ്ണങ്ങളുടെ, അതായത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്നിവരുടെ പാദശുശ്രൂഷ എതിർപ്പോ അസൂയയോ കൂടാതെ ചെയ്യുക എന്ന ഒറ്റ ധർമ്മമേ ശൂദ്രർക്ക് വിധിച്ചിട്ടുള്ളൂ. സമൂഹം ഉയർച്ച താഴ്ചകളുള്ള 4 വർണ്ണങ്ങളായി വിഭജിക്കപ്പെട്ടു. താഴെത്തട്ടിലുള്ള ശൂദ്രർക്ക് സ്വത്തവകാശം പോലും ഉണ്ടായിരുന്നില്ല. ഈ 4 തട്ടുകളിലും പെടാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ വനങ്ങളിലും നഗര കേന്ദ്രീകരണങ്ങൾക്ക് വെളിയിലുമായി കഴിഞ്ഞു. അവരെ മനുഷ്യരായി പോലും ഗണിക്കാതെയാണ് വൈദിക സമൂഹം മുന്നോട്ട് നീങ്ങിയത്. വർണ്ണവ്യവസ്ഥയുടെ ആരംഭം. ആര്യന്മാരായ കുടിയേറ്റക്കാർ സിന്ധുതടത്തിലെത്തുകയും പ്രബലന്മാരായ ദസ്യുക്കളോട് ഏറ്റുമുട്ടുകയും ചെയ്യുന്ന ആദ്യഘട്ടത്തിൽ വർണ്ണവ്യവസ്ഥ അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. ആദ്യകാലത്ത് ഓരോ ആര്യനും പുരോഹിതനും യോദ്ധാവും കർഷകരുമാണ്. ക്രമേണയാണ് രാജാക്കന്മാർ ഉണ്ടാകുന്നത്. രാജന്യന്മാർ എന്ന പേരിൽ ഈ രാജാക്കന്മാരെയും ഭരണാധികാരികളെയും വേദങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. ഋഗ്വേദത്തിൽ വർഗഛായോടുകൂടി ആര്യൻ എന്ന പദം 38 തവണയും അനാര്യനെന്നും മറ്റും പറഞ്ഞു വന്നിരുന്ന ദസ്യു എന്ന വർഗനാമം 84 തവണയും ആര്യൻ എന്ന പദത്തിന് പര്യായമെന്ന നിലയിൽ ബ്രാഹ്മണൻ എന്ന് 12 തവണയും ഉപയോഗപ്പെടുത്തി കാണുന്നു. യോദ്ധാവ്, ഭരണാധികാരി, ഇന്ദ്രൻ എന്നീ പ്രത്യേക അർത്ഥങ്ങൾ യോജിപ്പിക്കുന്ന വിധത്തിൽ സംഹിതയുടെ 4, 5, 7, 8, 10 എന്നീ മണ്ഡലങ്ങളിൽ രാജന്യർ, ക്ഷത്രിയർ എന്നീ പദങ്ങൾ 9, 10 തവണ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ആര്യദസ്യു സംഘട്ടനങ്ങളിൽ ക്രമേണ ദസ്യുക്കൾ അടിയറവ് പറഞ്ഞതോടെ അടിമകളുടെ എണ്ണം വർദ്ധിച്ചു. അടിമകളെ അടക്കി ഭരിക്കുവാനും പണിയെടുപ്പിക്കുവാനും ഒരു സംവിധാനം ആവശ്യമായി തീർന്നു. ഗോത്രമേധാവികൾ കാലക്രമേണ രാജാക്കന്മാരാകുന്നതോടെ പുരോഹിതന്മാരും രാജാക്കന്മാരും തമ്മിൽ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഒരു സഖ്യം ഉറച്ചുവന്നു. ഈ സഖ്യത്തിന് വിവിധ കാലഘട്ടങ്ങളിൽ അധികാരമോഹവുമായി ബന്ധപ്പെട്ട് ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാവുന്നതായി കാണാം. പുരോഹിതന്മാർ ക്രമേണ രാജാധികാരത്തെ നിയന്ത്രിക്കാൻ തുടങ്ങി. ബ്രാഹ്മണ പുരോഹിതന്മാരുമായി കൂടിയാലോചിക്കാതെ രാജ്യകാര്യങ്ങൾ മുന്നോട്ടു പോകാൻ സാധ്യമല്ലാതെ വന്നു. എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായിരുന്ന ശൂദ്രരെ അടിച്ചു പണിയെടുപ്പിക്കാൻ രാജാക്കന്മാരുടെ ആയുധങ്ങൾ മാത്രമല്ല ബ്രാഹ്മണരുടെ സൈദ്ധാന്തവൽക്കരണവും പ്രവർത്തിച്ചു. വർണ്ണങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്ന ബ്രാഹ്മണരുടെ കള്ളക്കഥ യജുർവേദത്തിലുണ്ട്. ബ്രാഹ്മണർ ദൈവത്തിന്റെ വായിൽ നിന്നാണ് ജനിച്ചത്. രാജന്യർ, അതായത് ക്ഷത്രിയർ, കൈകളിൽ നിന്ന് വന്നു. തുടകളിൽ നിന്ന് വൈശ്യരും പാദങ്ങളിൽ നിന്ന് ശൂദ്രരും ഉണ്ടായി. ഇത് യജുർവേദത്തിലുള്ളതാണ്. ജീവിതവൃത്തിയുടെ അടിസ്ഥാനത്തിലുണ്ടായ വിഭജനത്തിന് വിശ്വാസങ്ങളുടെയും മതബോധത്തിന്റെയും പരിവേഷം നൽകപ്പെട്ടു. വർണ്ണവിഭജനം ദൈവസൃഷ്ടമാണെന്ന് വ്യാഖ്യാനിച്ച് സ്ഥാപിച്ചതോടെ അവയെ ചോദ്യം ചെയ്യുക അസാധ്യമായി തീർന്നു.
അടിമത്വവും മർദ്ദനവും നിയമവിധേയമാക്കപ്പെട്ടു. നാരദീയ സ്മൃതിയിൽ 15 തരം അടിമകളെ പറ്റി പറയുന്നുണ്ട്. മനുസ്മൃതിയിലാകട്ടെ 7 തരം അടിമകളെ കുറിച്ചാണ് പറയുന്നത്. രാജാക്കന്മാരെ വാഴിക്കാനുള്ള അധികാരം ബ്രാഹ്മണരിൽ നിക്ഷിപ്തമായിരുന്നു. വേദകാലഘട്ടത്തിന്റെ 2ാം ഘട്ടമാവുമ്പോഴേക്കും ചാതുർവർണ്ണ്യ വ്യവസ്ഥ സ്ഥിരീകരിക്കപ്പെട്ടു. രാജാക്കന്മാർക്കും ദൈവങ്ങൾക്കും മധ്യേ നിന്ന ബ്രാഹ്മണർ രാജാക്കന്മാരെക്കാൾ ശക്തരായി വർദ്ധിച്ചു വന്നു. ബ്രാഹ്മണർ എത്ര വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്താലും അവരെ ശിക്ഷിക്കുന്നതിന് രാജാവിന് അധികാരമുണ്ടായിരുന്നില്ല. രാജാവ് ബ്രാഹ്മണനെ പൂജിക്കണം എന്ന് തന്നെ വ്യക്തമായി മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. അതിവിടെ ഉദ്ധരിക്കാം. രാജാവ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ആദ്യമായി ബ്രാഹ്മണരെ പൂജിക്കണം. വേദം പഠിച്ച ബ്രാഹ്മണനെ രാജാവ് ബഹുമാനിച്ച് ധനം കൊടുക്കണം. ആ ധനം ഒരു സ്ഥിര നിക്ഷേപമാണ്. കള്ളൻ വിചാരിച്ചാൽ ആ ധനം മോഷ്ടിക്കാവുന്നതല്ല. അൺകോട്ട്. വർണ്ണവ്യത്യാസം അതിന്റെ സമ്പൂർണവും നികൃഷ്ടവുമായ വിധത്തിൽ അങ്ങനെ പ്രചാരത്തിലായി. ബ്രാഹ്മണ്യത്തിന്റെ ഭീകര താണ്ഡവം. ബ്രാഹ്മണ്യവും വർണ്ണാശ്രമധർമ്മവും ഇന്ത്യാ ചരിത്രത്തിലെ ഏറ്റവും നീചമായ ഒരു കാലഘട്ടത്തിന് ആരംഭം കുറിച്ചു. വേദങ്ങളും സൂത്രങ്ങളും ബ്രാഹ്മണങ്ങളും ബ്രാഹ്മണ്യ നിഷ്ഠൂരതകൾക്ക് ദൈവിക പരിവേഷം നൽകി. 4ാം വർണ്ണക്കാരും അടിമകളുമായ ശൂദ്രരെ ഏതു വിധത്തിലാണ് ബ്രാഹ്മണർ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് വ്യക്തമാക്കുന്ന ചില ഭാഗങ്ങൾ ഉദ്ധരിക്കാം. ശൂദ്രൻ 4ാം വർണ്ണക്കാരനായ ഏകജാതിയാണ്. ശൂദ്രൻ ബ്രാഹ്മണരെ ശുശ്രൂഷിച്ച് നിത്യവൃത്തി കഴിക്കേണ്ടവനാണ്. അവരിൽ വലിയ വലിയ ആളുകളെ ആദ്യമാദ്യം ശുശ്രൂഷിക്കണം. പഴഞ്ചോറ്, കീറത്തുണി, കീറക്കുട, കീറച്ചെരിപ്പ് മുതലായവ ശൂദ്രൻ ഉപയോഗിക്കേണ്ടതാണ്. ബ്രാഹ്മണന്റെ എച്ചിൽ ശൂദ്രൻ തിന്നേണ്ടതാണ്. ബ്രാഹ്മണരെ ശകാരിച്ച് ശൂദ്രന്റെ നാവ് അറുത്ത് വേർപെടുത്തണം. ബ്രാഹ്മണന്റെ ഒപ്പം നടന്ന ശൂദ്രനെ ചമ്മട്ടി കൊണ്ട് അടിക്കണം. ബ്രാഹ്മണനെ ശകാരിക്കുകയോ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്ത ശൂദ്രനെ അതിലേക്ക് അവർ ഉപയോഗപ്പെടുത്തിയ അതാത് അവയവത്തെ മുറിച്ച് വേർപെടുത്തേണ്ടതാണ്. അനാഥയായ ബ്രാഹ്മണ സ്ത്രീയെ പ്രാപിക്കുന്ന ശൂദ്രനെ അവന്റെ പുരുഷാവയവത്തെ മുറിച്ച് വേർപെടുത്തിയ ശേഷം സ്വത്തുക്കളും പിടിച്ചെടുക്കണം. ഭർത്തൃ സംരക്ഷണയിലിരിക്കുന്ന ബ്രാഹ്മണ സ്ത്രീയെ ശൂദ്രൻ പ്രാപിച്ചാൽ അവന്റെ അവയവം മുറിച്ചെടുത്ത് സ്വത്തും പിടിച്ചെടുക്കി കൊല്ലണം. ഇതെല്ലാം ഏതേത് ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഇതിന്റെ പുസ്തക രൂപത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ റെഫറൻസുകളും കൊടുത്തിട്ടുണ്ട്. ഇനിയുമുണ്ട്. ശൂദ്രൻ മോഷ്ടിച്ചാൽ അവന്റെ സ്വത്ത് പിടിച്ചടക്കി അവനെ കൊല്ലേണ്ടതാണ് എന്ന് ആപസ്തംഭ ധർമ്മസൂത്രത്തിൽ പറയുന്നു. ബ്രാഹ്മണനെ കൊല്ലുന്ന ശൂദ്രനുള്ള ശിക്ഷ ഗൗതമ ധർമ്മസൂത്രത്തിൽ പറയുന്നുണ്ട്. ബ്രാഹ്മണനെ കൊല്ലുന്ന ശൂദ്രനെ 3 പ്രാവശ്യമായിട്ട് തീയിലിട്ട് ചിത്രവധം ചെയ്ത് കൊല്ലണം. എന്നാൽ ശൂദ്രനെ മറ്റുള്ളവർ കൊന്നാൽ 1 വർഷത്തെ തടവും 12 പശുക്കളെ പിഴയായി വസൂലാക്കുകയും ചെയ്താൽ മതി. ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സൗകര്യങ്ങളും സൗജന്യങ്ങളും സ്ഥാനവും അഥർവവേദത്തിൽ വിവിധ ഭാഗങ്ങളിലായി വിശദീകരിക്കുന്നുണ്ട്. ശൂദ്രന് പഴഞ്ചോറും കീറത്തുണിയും വിധിക്കുന്ന ബ്രാഹ്മണൻ സ്വന്തം ഭക്ഷണത്തെപ്പറ്റി പറയുന്നത് അവരുടെ സ്വാർത്ഥതയെ വെളിവാക്കുന്ന വിധത്തിലാണ്. അതിൽ ചിലത് ഉദ്ധരിക്കാം. ബ്രാഹ്മണന്റെ ഭക്ഷണത്തെ സ്വാദിഷ്ടമായി കരുതി അതിനെ ഭക്ഷിക്കുന്ന പാപി അനേകം വിപത്തുക്കളെ വിഴുങ്ങുന്നു. അവയെ നശിപ്പിക്കാൻ അത്യധികം പരിശ്രമിച്ചാലും അത് ഫലത്തിൽ വരുന്നില്ല. വേറൊന്ന്, ബ്രാഹ്മണന്റെ വസ്തുക്കൾ ഭക്ഷ്യയോഗ്യമായി കരുതുന്നവർ വിഷത്തെ പാനം ചെയ്യുകയും തന്റെ ക്ഷാത്ര തേജസ്സിനെ കളഞ്ഞു കുളിക്കുകയും ചെയ്യുന്നു. ബ്രാഹ്മണർ കോപം കൊണ്ട് ജ്വലിക്കുന്ന അഗ്നിക്ക് സമാനം അവന്റെ സർവ്വ സ്വത്തുക്കളെയും നശിപ്പിക്കുന്നു. ഇനി ഒന്നുകൂടി. ആത്മപരാജിതനും ഇന്ദ്രിയദ്രോഹിയുമായ രാജാവ് ബ്രാഹ്മണന്റെ പശുവിനെ ഭക്ഷിക്കുകയാണെങ്കിൽ ആ പാപി പിറ്റേ ദിവസം വരെ ജീവിക്കാതിരിക്കട്ടെ. ബ്രാഹ്മണന്റെ നാവ് ഞാണിന് സമമാണെന്നും ബ്രാഹ്മണന്റെ ക്രോധം ശത്രുവിനെ നശിപ്പിച്ചു കളയുമെന്നും അവർ പ്രചരിപ്പിച്ചു. ഈ ഉദ്ധരണി ശ്രദ്ധിക്കുക. ബ്രാഹ്മണന്റെ നാവ് ഞാണിന് സമാനമാകുന്നു. തപയുക്തമായ ദന്തങ്ങൾ ശരീരത്തിന് തുല്യവുമാകുന്നു. വാണി വില്ലിന് തുല്യമാകുന്നു. ദേവതകളാൽ പ്രേരിതനാകുന്ന ബ്രാഹ്മണൻ ഈ ധനുസ്സിനാൽ ദേവഹിംസകന്മാരെ പിളർന്നു കളയുന്നു. ബ്രാഹ്മണന്റെ തപവും ക്രോധവുമാകുന്ന തീഷ്ണബാണങ്ങളെ തൊടുത്തുവിടുകയാണെങ്കിൽ ദൂരെ വെച്ച് തന്നെ ശത്രുക്കളെ നശിപ്പിച്ചു കളയുന്നു. അൺകോട്ട്. ബ്രാഹ്മണൻ ദേവബന്ധുവാണെന്നും ബ്രാഹ്മണനെ വധിക്കുന്നവൻ പിതൃയാന മാർഗത്തിൽ കൂടി പ്രാപിക്കേണ്ട ലോകത്തെ പ്രാപിക്കുകയില്ലെന്നും അഥർവവേദം പറയുന്നുണ്ട്. ശൂദ്രർക്ക് ദാക്ഷിണ്യമില്ലാതെ ശിക്ഷകൾ വിധിച്ച ബ്രാഹ്മണർ സ്വയം തങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച നിയമങ്ങൾ ശ്രദ്ധിക്കുക. കോട്ട്. ബ്രാഹ്മണർ മോഷ്ടിച്ചാൽ അവന്റെ 2 കണ്ണുകൾ കെട്ടുക മാത്രം ചെയ്ത് അവനെ വെറുതെ വിട്ടയക്കണം. അൺകോട്ട്. വേദങ്ങൾ പഠിക്കുന്നതിൽ നിന്നും കേൾക്കുന്നതിൽ നിന്നും ശൂദ്രനെ ബോധപൂർവം മാറ്റി നിർത്തി. വേദം കേട്ട ശൂദ്രന്റെ കാതിൽ ഈയവും അരക്കും ഉരുക്കി ഒഴിക്കണമെന്നും
വേദം ഉച്ചരിക്കുന്ന ശൂദ്രന്റെ നാവ് അറുത്ത് വേർപെടുത്തണമെന്നും അവർ ശഠിച്ചു. നികുതികളിൽ നിന്ന് ബ്രാഹ്മണർ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരുന്നു. ബ്രാഹ്മണന് ദാനം ചെയ്യുന്നത് മഹാപുണ്യമായി ഗണിക്കപ്പെട്ടു. കുറ്റകൃത്യങ്ങൾക്ക് പരിഹാരമെന്ന നിലയിൽ രാജാക്കന്മാർ ബ്രാഹ്മണർക്ക് പശുക്കളെ ദാനം ചെയ്താൽ മതിയെന്ന് അവരെ വിശ്വസിപ്പിച്ചു. നികൃഷ്ടമായ വർണ്ണമേധാവിത്വം അങ്ങനെ നൂറ്റാണ്ടുകളോളം തുടരുകയും ചെയ്തു. ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഈ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള വേദസൂക്തങ്ങളുടെയും പുസ്തകങ്ങളുടെയും റെഫറൻസ് ഓരോ അധ്യായത്തിന്റെ ഒടുവിലും പരിശോധിച്ച ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട്. 20 എഡിഷൻ പ്രിന്റഡ് ബുക്കായി പ്രസിദ്ധീകരിച്ച വേദങ്ങൾ ഒരു വിമർശന പഠനത്തിന്റെ ഈ ബുക്ക് എഡിഷൻ ഓൺലൈനിൽ വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.